എടാ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിച്ച് പറയാൻ ഞാൻ എന്നാണ് ഇല്ല കവിത ഒന്ന് കൊണ്ടുപോടാ. എന്നാ സുഭാഷ് ഏട്ടാ ആ കൊച്ചിനോടൊക്കെ ഇത്ര പരിക്കനായിട്ട് സംസാരിക്കുന്നത്? ഇങ്ങനെയാണ് ആ കൊച്ചുങ്ങളോട് സംസാരിക്കേണ്ടത്. നേരത്തെ നിങ്ങൾ എന്ത് ഇതായിട്ട് സംസാരിച്ചോണ്ടിരുന്ന പണ്ടൊക്കെ? എനിക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ വരും. നിങ്ങൾ എന്നാന്ന് കാണിക്കുക, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ നിങ്ങളെ തിരക്കി നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചാന്ന് തോന്നുന്നു, പ്രവീൺ എന്നോ മറ്റാ പേര് പറഞ്ഞത്. പ്രവീണോ? 10ാം ക്ലാസ്സിൽ? തമ്പിച്ച പ്രവീൺ തമ്പി. ആടാ തമ്പിച്ച. മീറ്റപ്പോ. മീറ്റപ്പ് അടുപ്പാടാ. ഞാൻ ചിലപ്പോഴുള്ളൂ തിരക്കാം. നോക്കട്ടെ പറ്റുവാണോ അവനെ. എന്തോ മീറ്റപ്പിന്റെ കാര്യത്തിന് എന്തോ പുള്ളി വന്നാന്ന് തോന്നുന്നു. നിങ്ങൾ അതിനൊക്കെ പോയി പങ്കെടുക്കുക. ആ മീറ്റപ്പിനൊക്കെ ഒന്ന് പോകും, മനസ്സിലൊക്കെ ഒന്ന് ചെറുപ്പാകട്ടെ നിങ്ങളുടെ. ഞാൻ ഇപ്പൊ വീട്ടിലോട്ട് എത്തിയോളൂ. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം. എല്ലാരും എത്തിയോ? എന്റെ ഓട്ടോഗ്രാഫ് ഇല്ലേ അന്ന് പ്രാവശ്യം 6 എഴുതിയിട്ടുണ്ട്. MA-ക്ക് പോയാലും BA-ക്ക് പോയാലും എന്നെ മറക്കരുത്. അതൊന്ന് കണ്ടുപിടിക്കുന്നത്. പതിവില്ലാത്തൊരു ഇളക്കൊക്കെ ഉണ്ട്. മീറ്റപ്പിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരെയൊക്കെ ഒരുപാട് നാളോട് കണ്ടപ്പോഴത്തേക്കില്ലേ മനസ്സിലൊരു ഇത്. ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു കളിച്ചോണ്ട് വരുന്നേ മെസ്സേജ് അയക്കട്ടെ. എടാ നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യാം. എടാ നമ്മുടെ അർച്ചന തങ്കച്ചന്റെ കൂടെ തിന്ന അവനെടാ, ഞാൻ അവനെ ഓർക്കുന്നില്ല. അവൻ നമ്മുടെ ക്ലാസ്സിൽ എവിടെ ഇരുന്നത്? ഞാനാണ് അവളുടെ അടുക്ക ചെന്നിട്ട് 2 ഡയലോഗ് അടിച്ചപ്പോഴത്തേക്ക് കളിപ്പിച്ച് നോക്കുന്നുണ്ട്. അയ്യോ ഭർത്താവായിരുന്നു. നമ്മള് ഭർത്താവൊക്കെ ആയിട്ടാണ് മീറ്റപ്പിന് വേണ്ടി. അല്ല ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ് നീ അങ്ങ് വളർന്നു പോയല്ലോടി ഇങ്ങനെ ആശയ്ക്ക് പറഞ്ഞു. ഭർത്താവായിരുന്നു. എന്റെ പൊന്നു സുഭാഷ്, നിങ്ങൾ ഈ മീറ്റപ്പിന് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോൺ വെച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്തെല്ലാം പണിയാണ് കിടക്കുന്നത്. ആ ടാങ്ക് പൊട്ടിയാണ് വെള്ളം മൊത്തം പോവുക. എല്ലാരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും കറക്റ്റ് ആയിട്ട് അയക്കണം കേട്ടോ. ഗ്രൂപ്പ് സജീവമായിരിക്കണം. അത് അടുത്ത മീറ്റപ്പിന്റെ ഓർഗനൈസർ ഞാനാണ്. അപ്പൊ അത് നമ്മൾ ആ ഗ്രൂപ്പ് സജീവമായിട്ട് കൊണ്ടുപോകണ്ടേ. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. രമ്യ തങ്കച്ചല്ലേ? എടാ അവളുടെ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് കാണുന്നില്ലോ. രമ്യ സാബു ആ കല്യാണം കഴിഞ്ഞ പേര് പറഞ്ഞു. അതാ ഞാൻ മിക്കവരും നോക്കിയിട്ട് കാണാത്ത. നിങ്ങൾ ഒരുമാതിരി പരിക്കത്തല മാറാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ആ മീറ്റപ്പിന് പോകാൻ പറഞ്ഞത്. അപ്പൊ മീറ്റപ്പിന് പോയപ്പോ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ല നിങ്ങൾ. അന്താക്ഷരി കളി, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്തെല്ലാം കാണുന്നത്. ഇന്നോട് നിർത്തിക്കോണേ ഈ പരിപാടി കേട്ടല്ലോ. നീ ചുമ്മാ തള്ളവേപ്പ് കാണിക്കാതെ നമ്മൾ ഇച്ചിരി റിലാക്സ് ആയിട്ട് എല്ലാവരും ടച്ചിലിരിക്കണ്ടേ. ഇപ്പൊ കന്നിനെ കയം കാണിച്ച പോലെ ആയിപ്പോയല്ലോ.